ആരുടെ അകത്ത്? അത് പിന്നെ ഒളിക്കണ്ട. കൊറേ ദിവസമായി ഞങ്ങളിത് ശ്രദ്ധിക്കുന്നു. ഒന്നരാടോരെ കത്ത്. അത് വന്നാലുടനെ അകത്ത് കയറി വാതിലടച്ചൊരു വായന. വായിച്ചു കഴിഞ്ഞാ പിന്നെ ആകെ ഒരിടയിളക്കവും. പറയും, ആരുടെ കത്താ? അങ്ങനെയൊന്നുമില്ല. ദേ നോക്ക്, ഈ പ്രായം കഴിഞ്ഞ് എന്നെയാ ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. ഞങ്ങളോട് പറ, ഞങ്ങളും കൂടെ അറിയട്ടെ. പറ, ആരുടെ കത്താ? റോയിച്ചന്റെ. റോയിച്ചനോ? എയർഫോഴ്സിൽ ഓഫീസറാണ്. ആ, അപ്പൊ ഇങ്ങടെ പഴയ ബന്ധാണല്ലേ? 6 വർഷമായി. അപ്പൊ ഇങ്ങടെ ബന്ധുക്കൾക്കൊക്കെ അറിയോ? മരിക്കും മുൻപേ അമ്മയുടെ അനുവാദം ഞാൻ വാങ്ങിയിരുന്നു. ആ കൊച്ചന്റെ വീട്ടുകാർക്കോ? അമ്മ മാത്രമേ ഉള്ളൂ. അറിയാം, സമ്മതമാണ്. അത് പോട്ടെ, ആള് കാണാൻ എങ്ങനാ? കാണാൻ നല്ല ചേലായിരിക്കും. അല്ലെങ്കിൽ കൊച്ചിന്റെ മനസ്സ് പോയി വീഴോ? എന്നാലും എന്റെ കുഞ്ഞെ, മിണ്ടാപ്പൂച്ച പോലിരുന്ന ആള്. ഞാൻ കണ്ടതാ. ഞാൻ പറഞ്ഞെന്ന് പറയില്ലേ? തന്നോട് ആര് പറഞ്ഞു? ഇവിടെ ഇനി ഇതറിയാൻ സാറ് മാത്രമേ ബാക്കിയുള്ളൂ. ചീപ്പല്ലോ. പോടോ. ഇങ്ങനെയുള്ള ഗോസിപ്പൊന്നും മേലാൽ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു പോരുത്. തലനാരയുടെ ഭാഗ്യം കൊണ്ട് മാനം പോയില്ല. ഞാൻ ചെന്ന് വലുത് എഴുന്നേൽച്ചതിന് ശേഷമാണ് ഇത് പുറത്തു വന്നെങ്കിലോ. ഓ മൈ ഗോഡ്. അതെ റോയിച്ച, എല്ലാവരും അറിഞ്ഞു കേട്ടോ. എന്താന്നോ? അറിയില്ല അല്ലേ? യു നോട്ടി. എപ്പോഴായാലും അറിയാനുള്ളതല്ലേന്നോ? ആയിക്കോട്ടെ, എനിക്കെന്താ, അറിഞ്ഞോട്ടെ, എല്ലാവരും അറിയട്ടെ. എന്നാലും ഉറ്റവരും ഉടയവരും ഇല്ലാത്തവരെ പോലെ എന്റെ അപ്പച്ചിയെ ഇവിടെ കൊണ്ടുവന്ന് തള്ളിക്കളഞ്ഞല്ലോ അവര്. മലേഷ്യക്ക് ഒരു കത്തയച്ചാ പോരായിരുന്നു? മക്കൾക്കല്ലേ വേണ്ടാതായുള്ളൂ. എന്തിനാ മാലതി വെറുതെ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? ബുദ്ധിമുട്ടിക്കുന്നോ? നല്ല കഥ. കുഞ്ഞുനാളിൽ എന്നെ എത്ര താലോലിച്ചിട്ടുള്ളതാ. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഏതായാലും ഭാസ്കരേട്ടനും ഞാനും മലേഷ്യയിൽ നിന്നും മടങ്ങി. പുതിയൊരു വീടും വെച്ചു. അത് അപ്പച്ചിയുടെ കൂടെ വീടാണ്. അപ്പച്ചി എന്റെ കൂടെ വരണം. വന്നേ പറ്റൂ. നോക്കൂ സിസ്റ്റർ, ഇവരുടെ ആങ്ങളയുടെ മകളാണ് ഞാൻ. എനിക്കിവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്. അതിനെന്താ, ആകാമല്ലോ. സന്തോഷമായിട്ട് പൊയ്ക്കൊള്ളൂ. ഇങ്ങനെ ഒരാൾ അന്വേഷിച്ചു വരാനുണ്ടായല്ലോ, ഭാഗ്യം. ചായ. ശരി, പോയിട്ട് വരൂ. എന്നാ ഞാൻ. ശരി ചേച്ചി. ശ്രീലങ്കയിൽ വൻ പുലിവേട്ട. ഗുഡ് മോർണിംഗ്. ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് റോയ് മാത്യൂസ് റിപ്പോർട്ടിംഗ് മാഡം.
ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. 4 ദിവസത്തെ ലീവ്, അതും സിഒയെ മണിയടിച്ച് കുപ്പിയിലാക്കിയതിന് ശേഷം സംഘടിപ്പിച്ചതാ. റോയിച്ചനല്ലേ? പിന്നെ അല്ലാണ്ട്. അതെ, ഊഹം തെറ്റിയിട്ടില്ല. ഞാൻ തന്നെ പ്രതി, റോയ് മാത്യു. വെറോണിക്ക ചേട്ടത്തിയ അല്ല, മേയ്ക്കാമോതിരത്തിൽ വെള്ളക്കാ കെട്ടിയിടാറുണ്ടോ ആലീസ്? ഒന്നും വിടാതെ എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അദ്ദേഹം. നിങ്ങളുടെ ആ നിരാകാര സമരം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും സ്റ്റൈലായത്. ആയുധം മടക്കി കീഴടങ്ങാൻ തയ്യാറായി തലയും കുനിച്ച് നിൽക്കുന്ന പടത്തലവൻ ബ്രിഗേഡിയർ ഉണ്ടല്ലോ, ഞാൻ അവിടെ ഇരുന്നോണ്ട് കണ്ടു. ബ്രിഗേഡിയറുടെ സാമ്രാജ്യത്തിൽ നുഴഞ്ഞു കയറിയതിന് മാപ്പ്. വെൽക്കം മിസ്റ്റർ റോയ്. പേര് വരെ അറിയാം. പേര് മാത്രമല്ല, എല്ലാം. മിസ് ആലീസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെങ്കിലും. അപ്പോൾ ഒരു മുഖവരിയുടെ ആവശ്യം ഇവിടെ ഇല്ല. മിസ്റ്റർ റോയ് എന്റെ പേഴ്സണൽ ഗസ്റ്റാണ്, പോകുന്നത് വരെ. എ വെരി വെരി ഇമ്പോർട്ടന്റ് ഗസ്റ്റ്. അറ്റ് യുവർ സർവീസ് ബ്രിഗേഡിയർ. കൊച്ചേ, ഞാനൊരാശ പറയട്ടെ. എവിടേക്കും പോകാതെ, ജോലിക്കും ട്രെയിനിങ് ക്യാമ്പിലേക്കും എവിടേക്കും പോകാതെ ഈ മടിയിൽ ഇങ്ങനെ കിടക്കണം. എത്ര നാൾ? ഈ കടലും ഈ ആകാശവും ഉള്ളിടത്തോളം കാലം. എന്നിട്ടെന്താ, ലീവ് തീരുന്ന ദിവസം രാവിലെ 9 മണിക്ക് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവര് വാറന്റ് ഇഷ്യൂ ചെയ്യും. പിന്നെ സെക്യൂരിറ്റി ആയി, പോലീസായി, അറസ്റ്റായി. അതൊന്നും വേണ്ട, പൊയ്ക്കോളൂ. പോയാൽ എവിടെയായിരുന്നാലും എത്ര ദൂരത്തായിരുന്നാലും ഞാനില്ലേ കൂടെ. കൂടെ ഇവിടെ എപ്പോഴും എന്നും. നേരോ കൊച്ചേ? That's right. Good day, Brigadier. Hello, young man. Hello, Miss Alice. ഉറക്കം വിളിച്ചുകൊണ്ടാവും മുഖത്തൊരു ക്ഷീണം. ഇത് ഡോക്ടർ കുര്യാക്കോസ്, ഇവിടുത്തെ ഹൗസ് ഡോക്ടർ. ഞാൻ റോയ് മാത്യൂസ്, ആലീസിന്റെ വുഡ് ബി ഹസ്ബൻഡ്. ഡോക്ടറെ കുറിച്ച് ആലീസ് എനിക്ക് ഒരുപാട് എഴുതാറുണ്ട്. മറ്റേ ആ പ്രപ്പോസലിന്റെ കാര്യം. എക്സ്ക്യൂസ് മീ, ഞാൻ ബാഗ് എടുക്കാൻ പറഞ്ഞു. കളിയും ചിരിയും ഒക്കെ നല്ലത് തന്നെ, പക്ഷേ അക്കൂട്ടത്തിൽ അല്പം കാര്യം കൂടിയാകാം. മിസ് ആലിസിന്റെ കാര്യത്തിൽ എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്കൊക്കെ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ട്. ലീവിന് വരിക, ഒരു ഷോർട്ട് സ്റ്റേ, മടങ്ങിപ്പോവുക, വിരോധമില്ല. പക്ഷേ അതിനുമപ്പുറം ഇതൊക്കെ കഴിഞ്ഞിട്ട് ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനെന്താ തീരുമാനം? എന്താ ഇത്ര മടി? ആൺകുട്ടിയെപ്പോലെ നിവർന്നങ്ങ് പറയും. നല്ലൊരു ദിവസം നോക്കി ഒരു മിന്നു വാങ്ങി ഈ കൊച്ചിന്റെ കഴുത്തിൽ കേട്ടു വന്ന് പറ. അതാരെങ്കിലും ചോദിക്കാൻ എങ്ങനെ കൈ കൊട്ടി വിളിച്ചു നിർത്തി പറയാൻ പറ്റൂ? അടുത്ത മാസം 21-ാം തീയതി ട്രെയിനിങ് തീരും. പിന്നെ ഫെർദർ പോസ്റ്റിങ്ങിന് മുമ്പ് 2 മാസത്തെ ലീവ് ഉണ്ട്. 23rd ഞാനിവിടെ എത്തും. 23rd of next month. That will be ഫ്രൈഡേ, വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ദിവസം നല്ലതല്ല, ഞായർ അല്ലെങ്കിൽ തിങ്കൾ, അങ്ങനെ അതിന്റെ സമ്പ്രദായം. എങ്കിൽ പിന്നെ വെറുതെ തിങ്കളാഴ്ച വരെ നീട്ടണം, ഞായറാഴ്ച മതി. yes, 25th of September. That will be okay for us. റോയിയുടെ വീട്ടുകാർക്കോ? ആകെയുള്ളത് അമ്മ മാത്രം. പരുമല പള്ളിയിലോ മണർകാടോ ഓമല്ലൂരോ ധ്യാന മന്ദിരത്തിലുണ്ടാവും. ഞങ്ങൾക്ക് നല്ലത് മാത്രം വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഞാൻ അമ്മയെ കണ്ട് പറഞ്ഞോളാം. ഇവിടുത്തെ ചാപ്പൽ വെച്ച് മതി. പെണ്ണിനെ അണിയിച്ചൊരുക്കേണ്ടത് ഞങ്ങൾ പെൺവീട്ടുകാരുടെ അവകാശം. വരട്ടെ. അപ്പോൾ നാടടക്കം തെര്യപ്പെടുത്തിക്കൊള്ളുന്നത് എന്തെന്നാൽ ശ്രീ റോയ് മാത്യൂസ് അവർകളും സൗഭാഗ്യവതി കുമാരി ആലീസ് ചെറിയാനും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. അത് വിളിച്ചു ചൊല്ലി ഉറപ്പിച്ചിരിക്കുന്നു. 1, 2, 3.